ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഊണ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ തിരക്ക് പിടിച്ച് കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ച്. കാരണം നമ്മുടെ വീട്ടിലേക്ക് 1-2 ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ. ഏട്ടൻ്റെ പെങ്ങളും ഫാമിലിയും പിന്നെ അമ്മയൊക്കെ ആയിരുന്നു കേട്ടോ വന്നത്. ഇവർ വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞ് നമ്മൾ കാത്ത് ഇരുന്നു കേട്ടോ. പക്ഷെ അവരെത്തിയപ്പം സന്ധ്യ ആയായിരുന്നേ. അവരെല്ലാവരും വന്നതിൻ്റെയും കണ്ടതിൻ്റെയും ഒക്കെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കത്തി വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചായ വെക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഓടിപ്പോയി ചായയൊക്കെ വെച്ച്. അങ്ങനെ പാലൊക്കെ തിളച്ച് ചായ ആവുന്ന സമയം കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചു കേട്ടോ. ഞാൻ അത് വെക്കുന്ന കണ്ടിട്ട് ദേവൂട്ടി വന്നിട്ട് എന്താന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഉണ്ണിയപ്പാന്ന് പറഞ്ഞപ്പോൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇത് വാങ്ങിക്കൊണ്ടൊക്കെ പോയി. പിന്നെ 1-2 സ്നാക്സുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം അമ്മ വന്നു കേട്ടോ. അങ്ങനെ അമ്മ വന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത്. മണിച്ചിത്രത്താഴ് സിനിമയിൽ പപ്പുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ദാസപ്പ എനിക്ക് എന്തെങ്കിലും പന്തികേടുണ്ടോന്ന്. അതേപോലെ എൻ്റെ നടത്തിയിൽ എന്തെങ്കിലും പന്തികേട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം 2-3 ദിവസം മുമ്പേ ക്ലാസ്സിൽ പോണ വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി കാല് കുത്തി. ആ കാല് കുത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ കാലനക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ റെസ്റ്റിലായിരുന്നു. എന്നെ കാണാനുള്ള വരവാട്ടോ ഇവർ വന്നത്. അങ്ങനെ എല്ലാവരും ചായ കുടിച്ച ശേഷം പിള്ളേരൊന്നും കാണാനില്ല കേട്ടോ. അച്ചുട്ടിക്ക് പിന്നെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കലാണ്. ചെക്കന്മാർ പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. 2 ഫോണും പിടിച്ച് ഗെയിമും കളിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം എല്ലാവരും ഞങ്ങളിരുന്ന് സംസാരിച്ച ശേഷം അവർ ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പം നമ്മുടെ വീട്ടിൽ കുറേ മയിൽപ്പീലി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവൂട്ടിക്ക് മയിൽപ്പീലി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മയിൽപ്പീലിയൊക്കെ കൊടുത്ത ശേഷം അവരങ്ങനെ പോയി. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.